بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഖബറുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട മരണസ്മരണകൾ, അതിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദ്യങ്ങളെല്ലാം. വവുജിദ അല ഖബരിൻ ആഖറ, മറ്റൊരു ഖബറിൽ മക്തൂബൻ എഴുതപ്പെട്ടതായി കാണപ്പെട്ടു, എത്തിക്കപ്പെട്ടു. വഖഫ്തു അലൽ അഹിബ്ബത്തി ഹീന സഫത്ത് ഖുബൂറുഹും കഅഫ്റാസിർ റിഹാനി ഫലമ്മാ അൻ ബകൈതു വഫാദ ദംഇ റഅത് ഐനായ ബൈനഹും മക്കാനി. വഖഫ്തു അലൽ അഹിബ്ബത്തി, സ്നേഹിതന്മാരുടെ അടുക്കൽ ഞാൻ നിന്നു. ഹീന സഫത്തു ഖുബൂറുഹു, അവരുടെ ഖബറുകൾ ഇങ്ങനെ അണിയണിയായി നിരന്നപ്പോൾ, എൻ്റെ സ്നേഹിതന്മാരെല്ലാം മരിച്ചു, അവരെ കൊണ്ടുപോയി അടക്കി, അവരുടെ ഖബറുകൾ ഇങ്ങനെ അണിയണിയായി തീർന്നു. അവിടെ ഞാൻ പോയി നിന്നു. വഖഫ്തു അലൽ അഹിബ്ബത്തി, എൻ്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ ഞാൻ പോയി നിന്നു. ഹീന സഫത്തു ഖുബൂറുഹു, അവരുടെ ഖബറുകൾ അണിയണിയായി നിരന്നപ്പോൾ. അഫ്രാസുർ റിഹാനി, പിന്നെ അഫ്രാസുർ റിഹാൻ എന്ന് പറഞ്ഞാൽ പന്തയ കുതിരകളെ പോലെ, പന്തയ കുതിരകൾ അണിനിരക്കുന്നത് പോലെ ഖബറുകൾ ഇങ്ങനെ അണിനിരക്കുകയാണ്. ആ ഖബറുകളെ കണ്ടാൽ തോന്നും പന്തയ കുതിരകൾ അണിനിരന്ന് നിൽക്കുകയാണെന്ന്. അതുപോലെ അണിനിരന്ന് നിൽക്കുന്ന ഖബറുകളുടെ അടുക്കൽ ഞാൻ പോയി നിന്നു, എൻ്റെ സ്നേഹിതന്മാരുടെ. ഫലമ്മാ അൻ ബക്കീതു, ഞാൻ കരഞ്ഞപ്പോൾ, വഫാള ദംഇ, എൻ്റെ കണ്ണുനീര് ചാരിട്ട് ഒഴുകുകയും ചെയ്തപ്പോൾ, റഅത് ഐനായ, എൻ്റെ രണ്ട് കണ്ണും കണ്ടു. മക്കാനി ബൈനഹും, മക്കാനി ബൈനഹും, എൻ്റെ സ്ഥാനത്തെ അവരുടെ ഇടയിൽ, ഞാനും അതിൽ പെട്ടവനാണ് എന്ന് ഞാൻ കണ്ടു. അല്ലെങ്കിൽ പെട്ടവനാകും, ഇപ്പൊ പെട്ടിട്ടില്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ പെടും. എൻ്റെ സ്ഥാനത്ത് ഞാൻ അവരുടെ ഇടയിൽ കണ്ടു, അവരെ പോലെ ഞാനുമായി തീരും. വവുജിദ അല ഖബരി തബീബിൻ, ഒരു ചികിത്സകന്റെ ഖബറിൽ എഴുതപ്പെട്ടതായിട്ട് മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് കണ്ടു. ഒരു ഡോക്ടർ, വൈദ്യൻ എന്നൊക്കെ പറയാം, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡോക്ടർ എന്ന് പറയാം, ചികിത്സകൻ, അയാളുടെ ഖബറിൽ എഴുതപ്പെട്ടതായിട്ട് കണ്ടു. ഖദ് ഖുൽതു ലമ്മാ ഖാല ലീ ഖായിലു സാറ ലുഖ്മാനു ഇലാ റംസിഹി ഫൈനമാ യൂസഫു മിൻ തിബ്ബിഹി വഹിദ്ഖുഹു ഫിൽ മാഇ മഅ ജിസ്സിഹി ഹൈഹാത ലാ യദ്ഫഉ അൻ ഗൈരിഹി മൻ കാന ലാ യദ്ഫഉ അൻ നഫ്സിഹി. ഖദ് ഖുൽതു, ഞാൻ പറഞ്ഞു, ലമ്മാ ഖാല ലീ ഖായിലുൻ, പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ, എന്ത് പറഞ്ഞപ്പോൾ? സാറ ലുഖ്മാനു ഇലാ റംസിഹി എന്ന് അയാൾ പറഞ്ഞപ്പോൾ, ലുഖ്മാനുൽ ഹക്കീം തൻ്റെ ശവകുടീരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ, സാറ ലുഖ്മാനുൽ ഹക്കീം, അറിയപ്പെട്ട ചികിത്സകനായിരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. നബിയാണോ വലിയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിക്മത്തിൻ്റെ വചനങ്ങൾ, മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഹിക്മത്തിൻ്റെ, തത്വജ്ഞാനത്തിൻ്റെ, യുക്തിജ്ഞാനത്തിൻ്റെ വചനങ്ങൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല യുക്തി നൽകി. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഖബറിൽ എഴുതിയിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, എന്നോടൊരു ഖായില് പറഞ്ഞപ്പോൾ, സാറ ലുഖ്മാനു ഇലാ റംസിഹി, ലുഖ്മാൻ അദ്ദേഹത്തിന്റെ പിന്നെ ശവകുടീരത്തിലെത്തി. അഥവാ ലുഖ്മാനും അദ്ദേഹത്തിന്റെ ചികിത്സയും അദ്ദേഹത്തിന്റെ പ്രതാപവും അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ പ്രസിദ്ധിയും എല്ലാം തന്നെ ആ ഖബറിലേക്ക് എത്തി. ഇനി ഒന്നും ബാക്കിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഫഅൈന മാ യൂസഫു മിൻ തിബ്ബിഹി,
അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയപ്പെട്ട വർണ്ണിക്കപ്പെട്ട ആ വൈദ്യശാസ്ത്രം ഉണ്ടല്ലോ, വലിയ പുള്ളിയായിരുന്നു. അത് എവിടെ? ബൈനമാ യൂസഫ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വർണ്ണിക്കപ്പെട്ട കാര്യം എവിടെ? അദ്ദേഹത്തിന്റെ ആ തിബിനാൽ, അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്രം, അദ്ദേഹത്തിന് ലോകപ്രശസ്ത ചികിത്സകനായിരുന്നു. അതെവിടെ പോയി? വഹിദുക്കുഹു, അദ്ദേഹത്തിന്റെ ഹദാക്കത്ത്, അദ്ദേഹത്തിന്റെ നൈപുണ്യം ഫിൽമായി വെള്ളത്തിൽ വീണുപോയി. മഹജിസ്സിഹി, അദ്ദേഹത്തിന്റെ പരിശോധന കഴിവോടുകൂടെ പരിശോധിച്ച് രോഗം കണ്ടെത്താനുള്ള കഴിവ്, അദ്ദേഹത്തിന്റെ എല്ലാവിധ നൈപുണ്യവും വെള്ളത്തിൽ വീണുപോയി. ഒന്നും ഇന്ന് ബാക്കിയില്ല, ശേഷിക്കുന്നില്ല. അദ്ദേഹം പോയതോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാം പോയി. ഒരാൾക്ക് എന്തെല്ലാം കഴിവുണ്ടെങ്കിലും, എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും, എത്ര വലിയ യുക്തിമാനാണെങ്കിലും, എത്ര വലിയ സാമർഥ്യം കാണിച്ചവനാണെങ്കിലും, ചത്തുപോയതോടുകൂടെ അവന്റെ സാമർഥ്യം, അവന്റെ കഴിവെല്ലാം കുഴിക്കത്ത് പോയി. ഹൈഹാത്ത ലാ യദ്ഫഉ അൻ ഗൈരിഹി. ഹൈഹാത്ത, വല്ലാതെ വിദൂരമാണ്. ലാ യദ്ഫഉ അൻ ഗൈരിഹി മൻ കാന ലാ യദ്ഫഉ അൻ നഫ്സിഹി. സ്വന്തം നഫ്സിനെ തൊട്ട് മരണത്തിനെ ദഫ്അ ചെയ്യാൻ കഴിയാത്തവൻ മറ്റൊരാളെ തൊട്ട് ദഫ്അ ചെയ്യുകയില്ല, തടയുകയില്ല. മരണമാസന്നമായി കഴിഞ്ഞാൽ ആ മരണത്തിനെ തൻ്റെ സ്വന്തം ശരീരത്തിനെ തൊട്ട് തടയാൻ ഒരാൾക്ക് സാധ്യമല്ല, മറ്റൊരാളെ തൊട്ടും അയാൾക്ക് തടയാൻ സാധ്യമല്ല. അവൻ ലുക്മാൻ ഏറ്റവും വലിയ ചികിത്സകനായിരുന്നു. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ഖബറിലേക്ക് പോയി. അദ്ദേഹത്തിന് തൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ചികിത്സാ സംവിധാനം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വുജിദ അലാ ഖബരിൻ ആഖറ, വേറൊരു ഖബറിൽ എഴുതപ്പെട്ടു, മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. യാ അയ്യുഹന്നാസു കാന ലീ അമലു ഖസുറ ബി അൻ ബുലൂഗിഹിൽ അജലു ഫല്യത്തഖില്ലാഹ റബ്ബഹു റജുലു അംകനഹു ഫീ ഹയാതിഹിൽ അമലു മാ അന വഹദി നുഖിൽതു ഹൈസു തറ കുല്ലുൻ ഇലാ മിസ്ലിഹി സയന്തഖിലു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, കാനലി അമലു, എനിക്ക് കുറെ ആശകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഖസുറബി അൻ ബുലൂഗിഹിൽ അജലു, എന്നെ തൊട്ട് അതിലേക്ക് എത്തുന്നതിനെ തൊട്ട് എന്നെ ചുരുക്കിക്കളഞ്ഞു, എന്നെ തടഞ്ഞു കളഞ്ഞു. അൽ അജലു, എൻ്റെ അവധി ആ അമലിലേക്ക് എത്തുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞു കളഞ്ഞു. എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല, എൻ്റെ അവധി അതിനു മുമ്പ് എത്തിപ്പോയി. അതുകൊണ്ട് ഫല്യത്തഖില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, റബ്ബഹു, രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, റജുലിൻ, ഒരുത്തൻ. അവൻ ആരാണ്? അംകനഹു ഫി ഹയാതിഹിൽ അമലു, അവന്റെ ജീവിതത്തിൽ അവന് അമല് സൗകര്യമായി, ജീവിതകാലത്ത് അമൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അവൻ അള്ളാഹുവിനെ അവൻ സൂക്ഷിക്കട്ടെ, ഉള്ള സമയം അവൻ പ്രയോജനപ്പെടുത്തട്ടെ. മാ അന വഹദി നുഖിൽതു ഹൈസു തറ, മാ അന വഹദി, ഞാൻ ഒറ്റയ്ക്ക്, നുഖിൽതു, എന്നെ കൊണ്ടുപോകപ്പെട്ടതല്ല, ഹൈസു തറ, നീ കാണുന്ന സ്ഥലത്തേക്ക്, നീ കാണുന്ന ഖബറിലേക്ക് എന്നെ മാത്രം കൊണ്ടുപോകപ്പെട്ടതല്ല. കുല്ലുൻ ഇലാ മിസ്ലിഹി സയന്തഖിലു, എല്ലാവരും, നീയും ഞാനും എല്ലാവരും ഇതുപോലുള്ളതിലേക്ക് പിന്നീട് എത്തിച്ചേരും. എന്നെ മാത്രം നീക്കപ്പെട്ടല്ല, ഇവരെല്ലാം അങ്ങോട്ട് നീങ്ങും, ഖബറിലേക്ക് എല്ലാവരും നീങ്ങും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫഹാദിഹി അബിയാത്തുൻ, ഇത് കുറെ പദ്യശകലങ്ങളാണ്. കുത്തിബത്ത്, അവകളെല്ലാം എഴുതപ്പെട്ടു അലാ ഖുബൂരിൻ, ഖബറുകളിൽ, ലി തഖ്സീരി സുക്കാനിഹ, അവകളുടെ ആ ഖബറിലെ താമസക്കാർ വീഴ്ച വരുത്തിയ കാരണത്താൽ, അനിൽ ഇഅ്തിബാരി ഖബലൽ മൗത്തി, മരണത്തിനു മുമ്പ് ഉപദേശം സിദ്ധിക്കുന്നതിനെ തൊട്ട്, ഉപദേശം സിദ്ധിക്കുക, ഗുണം, മരണത്തിനു മുമ്പ് ആ മരണത്തിന് വേണ്ടിയുള്ള ഉപദേശങ്ങളെ സ്വീകരിക്കുക. അങ്ങനെ ഉപദേശം സിദ്ധിക്കുന്നതിനെ തൊട്ട് അവരുടെ സാക്കിനികൾ, ആ ഖബറിൽ താമസിക്കുന്നവർ വീഴ്ച വരുത്തി. അക്കാരണത്താൽ അവിടെ എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ് ഇവരിങ്ങനെയാണെന്ന്. അവർക്ക് ആർക്കും ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അനിൽ ഔത്തുബാരി, ഗുണപാഠം ഉൾക്കൊള്ളുന്നതിനെ തൊട്ട്. ബസീറു, ഉൾക്കാഴ്ചയുള്ളവൻ, ഹുവ, അവൻ, അല്ലതി, ഒരുവനാണ്, യൻദുറു ഇലാ ഖബരി ഗൈരിഹി, മറ്റൊരാളുടെ ഖബറിലേക്ക് അവൻ നോക്കും. എന്നിട്ട് ഫയറാ മക്കാനഹു ബൈന അദ്ഹുരിഹി, അവന്റെ സ്ഥാനത്തെ അവരുടെ ഇടയിൽ അവൻ കാണും. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുനീരിലൂടെ കണ്ടെന്ന് പറഞ്ഞില്ല മുകളിലത്തെ കവിതയിൽ. അവന്റെ സ്ഥാനത്തെ ആ ജനങ്ങളുടെ ഇടയിൽ, ആ ഖബറിൽ കിടക്കുന്നവരുടെ ഇടയിൽ അവൻ കാണും. അവനാണ് യഥാർത്ഥ ഉൾക്കാഴ്ചയുള്ളവൻ. അങ്ങനെ ഫയസ്തഅദ്ദു ലിൽഹുഖൂഖി ബിഹി, അവരുമായി കൂടിച്ചേരുന്നതിന് അവർ തയ്യാറാണ്.
അവരുമായി കൂടിച്ചേരുന്നതിന്, അവരോടൊപ്പം ചേരുന്നതിന് അവൻ തയ്യാറാകും. വൽയതഹഖഖ് അവൻ ഉറപ്പിക്കട്ടെ, അന്നഹു ലൗ ഉരിദ അലൈഹിം യൗമും മിൻ അയ്യാമി ഉംരിഹി, അവൻ ഉറപ്പിക്കട്ടെ അന്നഹു ലൗ ഉരിദ അലൈഹിം, അവരുടെ മേൽ വെളിവാക്കപ്പെട്ടാൽ, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്കാരുടെ മേൽ വെളിവാക്കപ്പെട്ടാൽ, യൗമും മിൻ അയ്യാമി ഉംരിഹി, അവന്റെ ആയുസ്സിലെ ദിവസങ്ങൾപ്പെട്ട ഒരു ദിവസത്തെ വീണ്ടും കൊടുക്കാമെന്ന് പറയപ്പെട്ടാൽ, അല്ലദീ ഹുവ മുദീഉൻ ലഹു, അയാൾ അതിനെ പാഴാക്കിയാളാണ്, അയാൾ നേരത്തെ അതിനെ പാഴാക്കി, അങ്ങനെയുള്ള ഒരു ദിവസത്തിന് അവരുടെ മുമ്പിൽ കാട്ടപ്പെട്ടാൽ, ലക്കാന അതാകും അഹബ്ബ ഇലൈഹിം, അവർക്ക് ഏറ്റവും ഇഷ്ടകരമാകും, മിനദ്ദുന്യാ ബിഹദാഫീരിഹ, ഈ ഭൗതിക ലോകം മൊത്തം ലഭിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമാകും ആ ഒരു ദിവസം അവർക്ക് കിട്ടുക എന്നുള്ളത് അമൽ ചെയ്യാൻ. അതുകൊണ്ട് അമൽ ചെയ്യണം, ഉള്ള സമയം പാഴാക്കരുതില്ല. അന്നവും അവർ അറഫു, അവരറിഞ്ഞു, ഖദറൽ അമാരി, ആയുസുകളുടെ അളവ്, അതിൻ്റെ മൂല്യം അവരറിഞ്ഞു. വൻകശഫത്ത് ലഹും, അവർക്ക് വെളിവായി, ഹക്കായിക്കുള്ള ഉമൂരി, കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെല്ലാം അവർക്ക് വെളിവായി. ഫൈന്നമാ ഹസ്രത്തുഹും, അവരുടെ ദുഃഖം, അലാ യൗമിൻ മിനൽ ഉംരി, ആയുസിന്റെ ഒരു ദിവസത്തിന്റെ മേലാണ്. യതദാറക്കൽ മുഖസ്സിറു ബിഹി തഖ്സീറഹു, അതുകൊണ്ട് ആ ആയുസ് കൊണ്ട് വീഴ്ച വരുത്തിയ ആൾ വീണ്ടെടുക്കാൻ വേണ്ടി, തഖ്സീറു, അയാളുടെ ആ വീഴ്ചയെ വീണ്ടെടുക്കാൻ വേണ്ടി, ഫയതഖല്ലസ മിനൽ ഇഖാബി, ശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷ നേടാൻ വേണ്ടിയും ആ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദിവസത്തിന്റെ പേരിലായിരിക്കും അവരുടെ ദുഃഖമെല്ലാം. മരണപ്പെട്ടവൻ ആരായാലും ന്യൂനത വന്നവൻ ആ ന്യൂനതയെ വീണ്ടെടുക്കാൻ, പിന്നെയോ എല്ലാം കിട്ടിയ ആളാണെങ്കിലോ അയാൾക്കും ഖേദമാകും. ആ ദിവസം കൊണ്ട്, ആ ഉംറ കൊണ്ട് പ്രയോജനം, തൗഫീഖ് നൽകപ്പെട്ടയാള് വർദ്ധിപ്പിക്കാനും, ഋതുബത്ത്, അയാളുടെ പദവിയെ ഏറ്റാനും, അങ്ങനെ സവാബ് അയാൾക്ക് ഇരട്ടി ഇരട്ടിയായി ലഭിക്കാനും, അതിനുവേണ്ടി ഒരു ദിവസം കിട്ടുന്നതിനെ അയാൾ ആഗ്രഹിക്കും. ഈ ദുന്യാവിലുള്ള മുഴുവൻ വസ്തുക്കളേക്കാൾ ആ ദിവസം അയാൾക്ക് പ്രിയങ്കരമായിരിക്കും. ആ ദിവസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ ഖേദിക്കും. വീഴ്ച വരുത്തിയവനും ഖേദിക്കും, വീഴ്ച വരുത്താത്തവനും ഖേദിക്കും. കാരണം ഫൈന്യം അവര് ഇന്നമാ അറഫ്, അവരറിഞ്ഞു, ഖദറൽ ഉംരി, ആയുസിന്റെ മൂല്യത്തെ, ബാദങ്കിത്താവ്, അത് കഴിഞ്ഞതിന് ശേഷം, ആയുസ് മുറിഞ്ഞ് മരിച്ചതിന് ശേഷമാണ്. അപ്പൊ ഫഹസർത്തും, അവരുടെ ദുഃഖം, അലാ സാഹത്തിൻ മിനൽ ഹയാത്തി, ഹയാത്തിന്റെ ഒരു സാഹത്തിന്റെ മേൽ ആയിരിക്കും അവരുടെ ദുഃഖം. അവരുടെ ദുഃഖം അലാ സാഹത്തിൻ മിനൽ ഹയാത്തി, ജീവിതത്തിന്റെ ഒരു സാഹത്ത് അതിന്റെ മേലായിരിക്കും. നഷ്ടപ്പെട്ടു പോയല്ലോ. വന്ത നീ ഖാദിറുൻ അലാ തിൽക സാഹത്തി, നീ ഇന്ന് ജീവിച്ചിരിക്കുന്നവനാണ്, ആ സാഹത്തിന്റെ മേൽ നിനക്ക് കഴിവുണ്ട്. അതുകൊണ്ട് വലഅല്ലക തഖ്ദിറു അലാ അംസാലിഹ, അതുപോലുള്ളതിന്റെ മേൽ നിനക്ക് കഴിവായേക്കാം, അത്തരം ഇബാദത്തുകളുടെ മേൽ. പിന്നീട് എന്നിട്ടും നീ അന്ത മുദിയ്യുൻ ലഹ, നീ അതിനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫവത്തിൻ നഫ്സക, അതുകൊണ്ട് നിന്റെ നഫ്സിനെ നീ അടക്കി നിർത്ത്. അല തഹസ്സുരി, ആ ഖേദത്തിന്റെ മേൽ നഫ്സിനെ ഉറപ്പിച്ച് നിർത്തി. അലാ തളിയ്യ, നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ മേലുള്ള ഖേദത്തിന്റെ മേൽ. ഖുറൂജുൽ അംരി, കാര്യങ്ങൾ പുറപ്പെടുന്ന അവസരത്തിൽ, മിനൽ ഇഖ്തിയാരി, ഇവന്റെ ഇഖ്തിയാറിൽ നിന്നും, ഇവന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും കാര്യങ്ങൾ വെളിയിൽ പോകുന്ന അവസരത്തിൽ എന്ത് ചെയ്യേണ്ട ഖേദം, ആ ഖേദത്തിന്റെ മേൽ. ഫവത്തിൻ നഫ്സക, നിന്റെ നഫ്സിനെ നീ അടക്കി നിർത്തി. അല തഹസ്സുരി, ഖേദത്തിന്റെ മേൽ. അലാ തളിയ്യഹ, പിന്നെ സമയങ്ങളെ പാഴാക്കിയതിന്റെ മേലുള്ള ഖേദത്തിന്റെ മേൽ. ഖേദം ഉണ്ടാകുന്ന എപ്പോഴാ? എന്താ? ഖുറൂജുൽ അംരി മിനൽ ഇഖ്തിയാരി, കാര്യം എല്ലാം അവന്റെ ഇഖ്തിയാറിൽ നിന്ന് പുറപ്പെടുന്ന അവസരത്തിൽ. എപ്പോഴാ? ഇദാലം തഅഖുദ് നസീബക, നിന്റെ ഓഹരിയെ നീ സ്വീകരിച്ചില്ലെങ്കിൽ, മിൻ സാഅത്തിക, നിന്റെ സമയത്തു നിന്നുള്ള നിന്റെ ഓഹരിയെ നീ സ്വീകരിച്ചില്ലെങ്കിൽ, അലാ സബീലിൽ ഇബ്തിദാരി, പൊടുന്നതിന് ചാടി വീണ് നിന്റെ സാഹത്തിൽ നിന്നും ഉള്ള നിന്റെ ഓഹരിയെ നീ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്കുണ്ടാകുന്ന ആ ഖേദം, ആ ഖേദത്തിന്റെ മേൽ നിന്റെ നഫ്സിനെ നീ ഉറപ്പിച്ചു നിർത്തും. അഥവാ ഖേദം വരാതെ നീ സൂക്ഷിക്കും നിന്റെ നഫ്സിനെ. സാലിഹ്യങ്ങൾപ്പെട്ട ചില മഹാന്മാര് പറഞ്ഞു, റഅയ്തു അഖല്ലി, എൻ്റെ ഒരു സ്നേഹിതനെ ഞാൻ കണ്ടു, ഫില്ല, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ സ്നേഹിതനെ, ഫീമാ യറൻ നായിമു, ഉറങ്ങുന്നയാൾ കാണുന്ന ഒന്നിൽ, സ്വപ്നത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കണ്ടു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ ഫുലാൻ, എടാ മനുഷ്യ,
ഇസ്ത നീ ജീവിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നല്ല രൂപത്തിൽ ജീവിച്ചു അൽഹംദുലില്ലാ. കാലപ്പ അദ്ദേഹം പറഞ്ഞു ലഅൻ അഖ്ദിറ അലാ അൻ അഖൂലഹ, ഈ കലിമത്തിനെ പറയുന്നതിന്റെ മേൽ എനിക്ക് കഴിവാകുക എന്നുള്ളത്, യഅനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിന്റെ മേൽ എനിക്ക് കഴിവാകുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫിഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ. സുമ്മക്കാല, പിന്നീട് അദ്ദേഹം പറഞ്ഞു അലം തറ ഹൈസു കാനു യദ്ഫനൂനനി, നീ കാണുന്നില്ലേ അവരെ എങ്ങനെയാണ് എന്നെ പിന്നെ ഖബറിൽ കൊണ്ടിട്ടിട്ട് പോയതെന്ന്. ഹൈസു കാനു, ഒരു സ്ഥലത്തെക്കുറിച്ച് അവർ എന്നെ അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയി, അതിനെക്കുറിച്ച് നീ കാണുന്നില്ലേ. പിന്നെ ഫുലാനൻ, ഒരാള് അത് കാം, അയാൾ എഴുന്നേറ്റ് നിന്ന് ഫസല്ല, അയാൾ നിസ്കരിക്കുന്നു റക്കാത്ത് 2 റക്കാത്ത്. ലഅൻ അകൂന അഖ്ദിറ അലാ അൻ ഉസല്ലിയഹുമ, ആ 2 റക്കാത്ത് നിസ്കരിക്കാൻ എനിക്ക് കഴിവാകുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ഇതെല്ലാം മനസ്സിലാകുന്ന എപ്പോഴാ? മരിച്ചു പോയതിനു ശേഷമാണ്. മരണത്തിനു മുമ്പ് അറിയില്ല. ഖേദം അപ്പോഴാണ് ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഈമാൻ തെറ്റിപ്പോകാണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.